Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. സൈഡ്വേസ് മാർക്കറ്റ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? സൈഡ്വേസ് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് അതായത് ഹ്യൂജ് റിട്ടേൺസും നമുക്ക് നല്ലൊരു ട്രെൻഡിങ് മാർക്കറ്റും സൈഡ്വേസ് പോകുന്ന മാർക്കറ്റും അപ്പോൾ തിരിച്ചറിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് അതിനകത്ത് സൈഡ്വേസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഏത് പോയിന്റിൽ എക്സിറ്റ് ചെയ്യാമെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ 8.1 പെർഫോമൻസിലൂടെ കാണിക്കുന്നത്. ഇതിൽ ഞാൻ ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെയും കോപ്പറിൻ്റെയും പെർഫോമൻസ് രണ്ടും കാണിക്കുന്നത്. കോപ്പറിലെ സ്കാൽപ്പിംഗ് ആണ്, ക്രൂഡ് ഓയിൽ 15 മിനിറ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് ആണ് എപ്പോഴും കൂടുതൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നല്ലത്. നമുക്ക് സ്കാൽപ്പിംഗ് ഇൻട്രാഡേ എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ 15 മിനിറ്റ്സ് ആണ് മെയിനായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. 15 മിനിറ്റ്സ് ഇന്നത്തെ കോപ്പറിൽ നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ വന്ന് ഇപ്പോഴാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് പോയി നല്ലൊരു റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് അവിടെ കയറുന്നുണ്ട്. ഇടയ്ക്ക് മോർണിംഗിലൊക്കെ സൈഡ് വേസ് ആണ്, പക്ഷേ ഷോർട്ട് അടിക്കാനുള്ളൊരു പോർഷൻ നമുക്ക് 5 മിനിറ്റ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നല്ല റിട്ടേൺ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഇപ്പോൾ തിരിച്ച് മാർക്കറ്റ് പിന്നെയും കയറുന്നു. ഇവിടെ ട്രേഡ് എടുക്കാനുള്ള അവസരം പിന്നെയും തരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ചത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സിഗ്നൽ വന്ന് കറക്റ്റ് ലെവലിൽ കൺഫേമായി സപ്പോർട്ട് അടിച്ച് മാർക്കറ്റ് താഴേക്കുന്നത്. അവിടെ ഹ്യൂജ് റിട്ടേൺസ് ആണ് കിട്ടിയിരുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം നമുക്ക് കൺഫർമേഷൻ വന്നിരുന്നില്ല എന്നുള്ളതാണ്. കൺഫർമേഷൻ വരുന്നതിന് ശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യാതെ അവിടെ നിൽക്കുമായിരുന്നു. പക്ഷേ മാർക്കറ്റ് എന്നാൽ സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല, തിരിച്ചവിടെ കയറും തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നമ്മളെടുത്തു അപ്രോക്സിമേറ്റ് 9,987 ട്രേഡ് എടുത്ത് ഇപ്പോൾ 993 ആണ്. ചെറിയ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയത് ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇവിടെ എടുത്തില്ല, ഇവിടെ പിന്നെ എടുക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. അത് 5 മിനിറ്റ്സിലെ പെർഫോമൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ നമുക്ക് മോർണിംഗിൽ ഒരു ട്രേഡ് തന്നിട്ടുണ്ട്. 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിംഗ്. മോർണിംഗിൽ ഒരു ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ചെറിയ രീതിയിൽ മാർക്കറ്റ് പ്രോഫിറ്റ് തന്നു. അവിടെ സിഗ്നൽസ് കൺഫേം ആയ ശേഷം നമ്മൾ ബ്രേക്ക് എടുത്തത് അപ്രോക്സിമേറ്റ് 984 നിന്നാണ്. അവിടെ നിന്ന് മാർക്കറ്റ് 990 വരെ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു സെല്ല് തന്നിരുന്നു. പക്ഷേ 15 മിനിറ്റ്സിൽ സെല്ല് തന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ബൈയുടെ ഡീറ്റെയിൽസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. 2:32 വന്നതാണ്. 990 ട്രേഡ് എടുക്കാൻ പറഞ്ഞ് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 993 3 പോയിന്റോളം കയറി നിൽപ്പുണ്ട്. ഇപ്പോൾ രണ്ടാമത് റീ എൻട്രി സെഷൻ തന്നിട്ടുണ്ട്. രണ്ടാമത് എൻട്രി എടുക്കാനുള്ള അവസരം തന്നു. മോർണിംഗിൽ ട്രേഡ് കഴിഞ്ഞ ശേഷം രണ്ടാമത് ട്രേഡ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് വെക്കേണ്ട 15 മിനിറ്റ്സ് ആണ്. 15 ആണ് കുറച്ചുകൂടെ ആക്യുറസി കമ്മോഡിറ്റി മാർക്കറ്റിൽ. അപ്പോൾ അത് ഇത്രയും നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു സിഗ്നൽ വന്നതിന് ശേഷം കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളർ, താഴത്തെ കൺഫർമേഷൻ ബാർ, ഇത് രണ്ടും ഓക്കെ ആയിക്കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ട്രേഡ് എടുക്കാം. റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യണം, സ്ട്രോങ് ബ്രേക്ക് ഔട്ട്. നമുക്ക് റെസിസ്റ്റൻസിനെ ബ്രേക്കും പിന്നെ മാർക്കറ്റ് കയറാനുള്ള അവസരമാണ്. അവിടെ നിന്ന് അടുത്ത ട്രേഡ് എടുക്കാം. അവിടെ നമുക്ക് ട്രേഡ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ അവിടെ റീ റിസർച്ച് ആയിട്ട് സോഫ്റ്റ്വെയർ തരും. പക്ഷേ നമുക്ക് ഗ്യാപ്പിൽ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്യാൻഡിൽ എടുക്കാൻ പറ്റില്ല. അവിടെ നിന്ന് തിരിച്ചൊന്ന് ഇറങ്ങിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ട്രെൻഡ് ലൈൻ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് ഗ്യാപ്പിൽ ഓപ്പണായി തിരിച്ചൊരു ക്യാൻഡിൽ റിട്ടേൺ അടിച്ചിട്ട് പിന്നെ തിരിഞ്ഞ് കയറിയിരിക്കണം. അപ്പോൾ അവിടെ സെല്ലില്ല എന്ന് പറഞ്ഞ് സോഫ്റ്റ് അവിടെ ക്യാൻഡിൽ ഗ്രീൻ ആണ്, ലൈൻ മാത്രമേ മാറിയുള്ളൂ. അതിനകത്ത് ഇനിയും ബൈ പോകാനുള്ള ചാൻസ് ഇനിയും അവിടെ ഉണ്ട്. നമുക്ക് സോഫ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. അതാ ഒരു ഡൗൺ സൈഡ് ഇൻഡിക്കേഷന് സിഗ്നൽ വന്ന് റെഡും മാച്ച് ആകുമ്പോൾ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം. ഇത് അതില്ലാതെ തിരിച്ചു പോകും. സ്ട്രോങ് ബ്രേക്ക് ഔട്ട് തിരിച്ചു ചെയ്യുക. സപ്പോർട്ടിൻ്റെ ലെവൽ, സപ്പോർട്ടിൻ്റെ സ്ട്രെങ്ത് നോക്കിയാൽ നല്ല ബ്രേക്ക് ആണെന്ന് നമുക്ക് പെട്ടെന്ന് കൺഫർമേഷൻ വന്ന് ആ സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺ, നല്ലതായിട്ട് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങാൻ സാധ്യത കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം നമുക്ക് ഒഴിച്ചുകൂടെ കൂടുതൽ ഹോൾഡ് ചെയ്ത് നല്ല റിട്ടേൺ എടുക്കാം. അപ്പോൾ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റ്, ഇപ്പോൾ ഇന്നലത്തെ എക്സാമ്പിൾ ക്രൂഡ് ഓയിൽ നോക്കിയാൽ തന്നെ അറിയാം. ഇന്ന് മാർക്കറ്റ് നമുക്ക് ബൈ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ചെറുതായിട്ട് കയറി 2 ടാർഗറ്റ് അടിച്ചു. പക്ഷേ വലിയൊരു ട്രേഡ് ഇല്ല. സിഗ്നൽ വന്നതിന് ശേഷം കൺഫർമേഷൻ ഇല്ലാതെ അവിടെ സൈഡ് വേസ് ആയിട്ട് കാണിച്ചു തരികയാണ്. അവിടെ കൺഫർമേഷൻ വന്ന് ചെറിയ രീതിയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ട്രേഡ് എടുത്ത് അപ്രോക്സിമേറ്റ് ഈ ലെവലിൽ കൺഫേം ആയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് അപ്രോക്സിമേറ്റ് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത് അപ്രോക്സിമേറ്റ് 5310 നിന്നാണ്. അവിടുന്ന് 42 വരെ കയറിയിട്ടുണ്ട്. ചെറിയ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ സൈഡ് വേസ് ആയി. അപ്പോൾ സ്ട്രോങ് ബ്രേക്ക് ഇല്ല, വോളിയം ഇല്ലാത്തത് കാരണം നമുക്ക് ഈ ലൈൻ തിരിച്ചറിഞ്ഞ് ഈ ലൈനിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പും ഇല്ല. അപ്പോൾ അതുകാരണം വോളിയം കുറവാണ്. ഇപ്പോൾ ഇന്നലത്തെ ആ വോളിയം ഇല്ല. ഇന്നലെ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ലെവൽ 1 സൈഡ് 2 ദിവസമായിട്ട് ക്രൂഡ് ഓയിൽ ഡൗൺ ആണ്. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ബൈ തന്നെയാണ്. പക്ഷേ എന്നാലും സ്ട്രോങ് ആയിട്ടൊരു വോളിയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആക്ച്വലി അവിടെ സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. സെല്ലാണെങ്കിൽ താഴെ മാറിയേനെ. ഇത് ബൈ തന്നെയാണ്. ട്രേഡ് വേണേൽ ഹോൾഡ് ചെയ്യാം. അല്ല നമുക്കൊരു റിവേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ വാർണിംഗ് തരും. എക്സ്ട്രാക്കൾ തരുമ്പോൾ അവിടെ എക്സെപ്റ്റും ചെയ്ത് വിടാം. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഒരുപാട് ലോസിലേക്ക് പോകുന്നതിന് മുമ്പ് എക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് സഹായിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ 15 ആണ് പിടിക്കേണ്ടത്. 15 ടൈം ഫ്രെയിമാണ് കുറച്ചുകൂടെ ആക്യുറസി കമ്മോഡിറ്റി മാർക്കറ്റിൽ.
5 മിനിറ്റ്സ് എടുക്കാം, 5 മിനിറ്റ്സ് എടുക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ചെറിയ ചെറിയ ട്രേഡുകൾ ഷോർട്ട് അടിക്കാനുള്ളൊരു പോർഷൻ നമുക്ക് 5 മിനിറ്റ്സിൽ നിന്ന് കിട്ടും. 5:15 കൂടെ കമ്പയർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷോർട്ട് പോർഷൻ ചെറിയ രീതിയിലുള്ള നമുക്ക് എത്ര ട്രേഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡും നമുക്ക് ഫേക്ക് ട്രേഡും കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. ഒരുപാട് ലോസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കറക്റ്റ് ലെവൽ പൊസിഷൻ എക്സെപ്റ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസും ഒരു ഡെമോ സെക്ഷൻ അറ്റൻഡ് ചെയ്യണോ കോൺടാക്ട് ചെയ്യും. താങ്ക് യു.